അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പം നമുക്കിതിനെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ആൻസർ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ആണ്. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ സംതിങ് എന്ന് പറഞ്ഞാൽ സംതിങ് ആണ് ആൻസർ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് പൈ ബൈ 2 മൈനസ് എക്സ്. ഇനി ഇൻ്റഗ്രേഷൻ കാണാൻ വളരെ സിമ്പിളാണ്. പൈ ബൈ 2 ഇൻ്റഗ്രൽ പൈ ബൈ 2 എക്സ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ്. ക്ലിയറായി എന്ന് വിചാരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇത് സെപ്പറേറ്റ് ചെയ്യാം. സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഒരു സൈൻ സ്ക്വയർ എക്സും ഒരു കോസ് സ്ക്വയർ എക്സും കട്ട് ചെയ്യും. 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ്, മറ്റത് കൊസീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ്, കൊസീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോട്ടെക്സ്. അപ്പോൾ പ്ലസ് കോട്ടെക്സ് പ്ലസ് സി. അപ്പോൾ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് പ്ലസ് സി എന്ന് ആൻസർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ cos square e raised to x into x. ഓക്കെ, അപ്പം നമുക്ക് ഇ റൈസ് ടു എക്സിന് ഡി എക്സ് കേട്ടോ. ഇനിയിപ്പോൾ ഏതിനെങ്കിലും ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി എക്സ് എഴുതാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതണം കേട്ടോ. ഇങ്ങനൊരു സൈൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വിത്ത് റെസ്പെക്റ്റ് ഉണ്ടാവലും മസ്റ്റാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ ഡി എക്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ടി. ഇത് ഏതിലെങ്കിലുമൊക്കെ വിടാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഇടണം. നമുക്ക് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ്, അതിന് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. അതിന് ടി എന്ന് കൊടുത്താൽ ഡി ടി പ്രൊഡക്റ്റ് റൂൾ ഫസ്റ്റ് ഇൻറ്റു derivative of x1 plus x into derivative of e raised to x dx. e raised to x common എടുത്താൽ 1 plus x dx. അപ്പോൾ ഇതിൻ്റെ ആൻസർ e raised to x into 1 plus x dx, അതിന് dt എന്ന് കൊടുക്കാം. cos square e raised to x into x t. 1 by cos square എന്ന് പറഞ്ഞാൽ sec square ആണ്. sec square xൻ്റെ ഇൻ്റഗ്രൽ tan ആണ്. sec square t എന്ന് പറഞ്ഞാൽ tan t. tan tൻ്റെ ഡെറിവേറ്റീവ് sec square t.
അപ്പം ടാൻ ടി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ്. അപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോകാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇനി നമ്മൾ കുറേ ഫണ്ടമെൻ്റലൊക്കെ പഠിച്ചു. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ, കോസ് എക്സ്, അങ്ങനത്തെ കുറേ ഫണ്ടമെൻ്റൽ പഠിച്ചു. അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ പറയുന്നത്. ഇനി അതേപോലെ കുറച്ചുകൂടി ഫണ്ടമെൻ്റൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻ. സം പർട്ടിക്കുലർ ഫങ്ഷൻ. ഇനി ഈ പറയുന്നത് നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് പഠിക്കാൻ പോവാം. ഈ പറയുന്ന ഒരു 6 ഫണ്ടമെൻ്റലായിട്ടുള്ള ഇക്വേഷൻ പഠിക്കാൻ പോവാം. അപ്പോൾ ഈ 6 ടൈപ്പിൽ ഏത് ചോദിച്ചാലും നമുക്ക് നേരിട്ട് ആൻസർ പറയാം. ഈ 6 ടൈപ്പിൽ ഏത് വരികയാണെങ്കിൽ നമ്മൾ നേരിട്ട് ആൻസർ ചെയ്താം. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് എഴുതുന്നത് പോലെ ഈ 6 എണ്ണം നമ്മൾ റെഡിമെയ്ഡായിട്ട് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 1/x² - a² കാണുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 1/2a log mod x - a/x plus a plus c എന്ന് എഴുതാം. log mod x - a/x plus a plus c എന്ന് എഴുതാം. ഇനി അടുത്തത് dx by a² - x². ഇതിൻ്റെ ഇക്വേഷൻ 1/2a log a plus x by a minus x എന്ന് ആൻസർ എഴുതാം. ഇൻ്റഗ്രൽ dx by a² plus a²ന് 1/a tan inverse x by a എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രൽ x² - a²ന് log mod x plus root a² minus a² plus c എഴുതാം. ഇനി ഇൻ്റഗ്രൽ dx by root a² minus x² sin inverse x by a plus c എന്ന് എഴുതാം. 1/dx by root x² plus a² log mod x plus. ഇപ്പോൾ ഈ 3, 4, 5, 6 ഇക്വേഷൻ പഠിക്കണം. 1/x² - a² എന്ന് പറഞ്ഞാൽ 1/2a log mod x minus a by x plus a. 1/a² - x² എന്ന് പറഞ്ഞാൽ 1/log mod a plus x by a minus x. 1/x² plus a² എന്ന് പറഞ്ഞാൽ 1/a tan inverse x by a. അടുത്ത റൂട്ട് x² - a² എന്ന് പറഞ്ഞാൽ log mod x plus root a² minus x². മറ്റത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, മറ്റത് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ്. ഇത്രയും ഫണ്ടമെൻ്റലായിട്ട് പഠിക്കണം. ഈ മോഡൽ വന്നാൽ നമുക്ക് ആൻസർ ചെയ്താൽ ഇതിൻ്റെ ആൻസർ ഇതേപോലെ ചെയ്താൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ഈ മോഡലിലേക്ക് മാറ്റാം. എന്നിട്ട് ആൻസർ ഇതേപോലെ ചെയ്താൽ. അപ്പോൾ ഇതാണ് പുതിയ പഠിക്കുന്ന കുറച്ചുകൂടി റെഡിമെയ്ഡായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം.
ഈക്വേഷൻ വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മോഡലാണ്. എ എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ നമുക്കിതിനെ ഫസ്റ്റ് മോഡലാക്കി എഴുതണമെങ്കിൽ ആ 4നെ ഒരു സ്ക്വയർ ആക്കിയിട്ട് എഴുതണം, 2 സ്ക്വയർ. ഇപ്പോൾ ഫസ്റ്റ് മോഡലായി. അപ്പോൾ ഇവിടെ എന്തൊരു കോൺസ്റ്റൻറ്റ്, ഈ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടിയാൽ മതി, എന്നിട്ട് അതിനെ സ്ക്വയർ ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ മോഡൽ. ആൻസർ എന്താ? 1/2 ഇൻറ്റു. ഇതിന് ആൻസർ നമുക്ക് ഡയറക്റ്റ് ചെയ്താന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തു 1/2 ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് 2 ലോഗ് മോഡ് എക്സ് മൈനസ് 2 എക്സ് പ്ലസ് 2 പ്ലസ് സി. ഇൻ്റഗ്രലിൻ്റെ സി ആണത് കേട്ടോ. 1/4 ലോഗ് മോഡ് എക്സ് മൈനസ് 2/x പ്ലസ് 2 പ്ലസ് സി. മനസ്സിലായി എന്ന് വിചാരിക്കും. ലോഗ് മോഡ് എക്സ് മൈനസ് 2/x പ്ലസ് 2 ലോഗ് മോഡ് എക്സ് മൈനസ് 2/x പ്ലസ് 2 അല്ല, അതിന് 1/4 ഉണ്ട്. 1/4 ലോഗ് മോഡ് എക്സ് മൈനസ് 2/x പ്ലസ് 2 പ്ലസ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഇത് പിന്നെ ഇങ്ങനെ ഡയറക്റ്റ്, ഓക്കെ, ഇത് ഇതേപോലെ ഡയറക്റ്റ് ചോദിക്കണ ആൻസർ എഴുതാം. ഇനി ഇതല്ലാതെ വേറെ രീതിയിൽ ഇത് വരാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരാം. ഈ താഴെയുള്ളത് ഇതേപോലെ തരാതെ ഇതിന് പകരം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരാം. നോക്കാം അത് എങ്ങനെ ചെയ്യാന്നുള്ളത്. നോക്കാം. മുകളിൽ ഡി എക്സ്, അടിയിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിനെ നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, എങ്ങനെ? നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതാം. എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇത് എയും ബി ഒക്കെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 2x സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4. എങ്ങനെയാണ്? അടിയിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, മുകളിൽ ഡി എക്സ് ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നാൽ ഇതിലേതിലെങ്കിലും ഒന്ന് മാറ്റാം. റൂട്ട് ഉള്ള കേസ് ഇതൊക്കെ നോക്ക്. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതിനൊക്കെ റൂട്ടുള്ള കേസാണ് ഇത് 3. ഇപ്പോൾ റൂട്ടില്ലാത്ത കേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ ഇതിൽ 3 ഏതിലെങ്കിലും ഒന്നിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. മുകളിൽ ഡി എക്സും താഴെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഈ 3 ഏതിലെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഈ 3 ഇതൊക്കെ റൂട്ടിൻ്റെ ഉള്ളിൽ ഇത് വരുന്ന കേസ്. ജർഗനൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ അടിയിലുള്ള 3 സാധനം റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന കേസാണ് അടുത്ത 3. അപ്പോൾ ഇത് റൂട്ടില്ലാത്ത കേസ്. ഇവിടെ റൂട്ട് ഉണ്ടെങ്കിൽ ഈ 3 ഏതിലെങ്കിലും ഒന്ന് എത്തും. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. എങ്ങനെ? ശ്രദ്ധിച്ചു. ഇതിന് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് പുറത്തെടുക്കുക. എല്ലാത്തും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അത് ഔട്ട് സൈഡ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഇവിടെ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളെങ്കിൽ പുറത്തെടുക്കണ്ട. അതിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഔട്ട് സൈഡ് എടുക്കാം. 1/2 ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2. എല്ലാത്തുനിന്നും 2 ഔട്ട് സൈഡ് എടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഔട്ട് സൈഡ് എടുക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് 1/2 ഇനി ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത്? ആദ്യം എക്സ് ചെയ്ത്
എന്നിട്ട് ഇതിൻ്റെ പകുതി എക്സിൻ്റെ കോയിഫിഷ്യൻ്റെ പകുതി ഇത് +4 ആണ്. ഈ സൈനോടി നോക്കാം +4, അതിൻ്റെ പകുതി +2. എന്നിട്ട് ഇതിന് സ്ക്വയർ എടുക്കുക, ഹോൾ സ്ക്വയർ എടുക്കുക. അപ്പോൾ x+2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ 3 ടേമും കറക്റ്റ് ആവില്ലത്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ടേമും കിട്ടും, എക്സ്ട്രാ വേറെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ s² + 4x 2 ടേം കറക്റ്റായി +4, പക്ഷെ ഇവിടെ +2 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ 2 ടേം അങ്ങ് കറക്റ്റാക്കാണ് ഉദ്ദേശിക്കുന്നത് ഈ പെർഫെക്റ്റ് സ്ക്വയറിൽ. അപ്പോൾ x+2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 2 ടേം കറക്റ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻ്റ് സ്ക്വയർ എക്സ്ട്രാ ആയിരിക്കും ഇതിൽ വരിക. നോക്ക് s² + 4x + 2². ഇപ്പോൾ 2² എക്സ്ട്രാ ആണ് ഈ 2 ടേം നോക്കുമ്പോൾ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് സ്ക്വയർ മൈനസ് ചെയ്യുക 2². പിന്നെ ഇവിടെ ഈ 2 ടേം കഴിഞ്ഞിട്ട് s² x ഉള്ള ടേം കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് അത് ഇതിൻ്റെ കൂടെ ഇടുക. അപ്പോൾ ഈ മുകളിലത്തെ ഇക്വേഷൻ താഴത്തെ ഇക്വേഷനും കറക്റ്റായി. എന്തിനാ എങ്ങനെ ഐഡിയ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഇത് (2² -4 + 2 -2) ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് x+2 t എന്ന് കൊടുത്തിട്ട് ചെയ്താലും ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ x+2 നിങ്ങൾ x എന്ന് അങ്ങോട്ട് കണ്ടാൽ മതി, x എന്നങ്ങ് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെയ്യേണ്ട, ഒറ്റയടിക്ക് ചെയ്യുന്ന ഐഡിയ പറഞ്ഞുതരാം. ഇതിന് t എന്നങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത് ഏത് മോഡലായി? 1/2. സോറി, ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ടേം കിട്ടും, അതിനൊരു എക്സ് എന്ന് അങ്ങോട്ട് വിചാരിക്കുക. ടി അല്ലട്ടെ, എക്സ് എന്ന് അങ്ങ് വിചാരിക്കുക. എന്നാൽ പെട്ടെന്ന് പരിപാടി കാണിച്ചത്. ഇപ്പോൾ dx/ ഇത് ഏത് മോഡലായി? s² - 2 എന്നായി. എക്സ് എന്ന് അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒന്നിന് ഇങ്ങനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ക്വയർ വരും, എന്തൊരു സ്ക്വയർ എന്ന് വരും, അതൊരു എക്സ് എന്നാണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എക്സ് എന്ന് എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ dx/s² - 2 അത് ഇതിൽ ഏതെങ്കിലും ഒരു മോഡലാവും. dx/s² - 2 ആണ് x² - a². അപ്പോൾ dx/x + 2 ഹോൾ സ്ക്വയർ - 2ക്ക് പകരം √2² എന്ന് എഴുതാം. ഞാൻ ഈ മോഡലിലേക്ക് മാറ്റാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏത് മോഡലായാലും dx/x² - a² മോഡലായി, s² - √2 ഹോൾ സ്ക്വയർ. ഞാൻ പറഞ്ഞു ഇതിനൊരു എക്സ് എന്ന് അങ്ങ് മനസ്സിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ x² - a² മോഡലായി. അപ്പോൾ ഈ ഒരു ആൻസറാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ x+2 എന്ന് ഇട്ടാൽ മതി, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1/2 ഇൻറ്റു ഇതിൻ്റെ ആൻസർ ഈ ഫസ്റ്റ് ഇതാണ് 1/2 എ അത് തന്നെയാണ് √2 ലോഗ് മോഡ് എക്സിൻ്റെ സ്ഥാനത്ത് x+2 മൈനസ് എ √2 എക്സിൻ്റെ സ്ഥാനത്ത് x+2 പ്ലസ് എ √2. എല്ലാത്തിലും ഇതേ രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ ക്വാഡ്രാറ്റിക്കും മുകളിൽ dxഉം താഴെ ക്വാഡ്രാറ്റിക് വരുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് അങ്ങ് കാണിച്ചു തന്ന ഈ ഒരു ഐഡിയയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി താഴെ ക്വാഡ്രാറ്റിക്കും ആണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഔട്ട്സൈഡ് എടുക്കുക, x² കോയിഫിഷ്യൻ്റ് ഔട്ട്സൈഡ് എടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതാം. ഇനി ഇതങ്ങനെയാണെങ്കിലോ നോക്കാം. കോയിഫിഷ്യൻ്റ് -2 ആണ്, അത് പുറത്തെടുത്തു. ബാക്കി s² - 4x -2 -2 പുറത്തെടുക്കുമ്പോൾ ഇത് -4 ആവും, ഇത് -2 ആവും. ഈ s² കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ ആക്കിയതിന് ശേഷം ഈ നെഗറ്റീവ് കൊണ്ട് മാത്രം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെഗറ്റീവ് കൊണ്ട് മാത്രം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കാം, 1/-2 എങ്ങനെ? അപ്പോൾ കോയിഫിഷ്യൻ്റ് പുറത്തെടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. എങ്ങനെ? എക്സ് എഴുതാം. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -4 ആണ്, അതിൻ്റെ പകുതി -2 ഹോൾ സ്ക്വയർ എന്നിട്ട്
അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് സ്ക്വയർ എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ 2 സ്ക്വയർ മൈനസ് ചെയ്യുക, കോൺസ്റ്റൻ്റ് സ്ക്വയർ മൈനസ് ചെയ്യുക, ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. അതായത് രണ്ട് ടേം കറക്റ്റ് ആക്കാനാണ്. നോക്കിക്കോ, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 മൈനസ് 4 എക്സ് സ്ക്വയർ മൈനസ് 4x എന്ന് വരും. രണ്ട് ടേം കറക്റ്റ് ആക്കി. ഇങ്ങനെയാണ് രണ്ട് ടേം കറക്റ്റ് ആക്കി. പിന്നെ ഇവിടെ എക്സ്ട്രാ എന്തുള്ളത് -2 അത്. ഓക്കെ, ഇപ്പോൾ 1/-2. -4 -2 -6. പിന്നെ ഞാൻ പറഞ്ഞു ഈ നെഗറ്റീവ് കൊണ്ട് ഉള്ളിലോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. dx/, ഇതിനെ ഈ നെഗറ്റീവ് കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് നെഗറ്റീവ് ആവും, ഇത് കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആവും. അപ്പോൾ 6 - x - 2 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഞാൻ ഈ പെർഫെക്റ്റ് സ്ക്വയർ, ഈ സ്ക്വയർ എടുത്തത് എക്സിൻ്റെ ടൈം വെച്ചിട്ട് സ്ക്വയർ എടുത്തില്ലേ, അതിന് എക്സ് ആണെന്ന് മനസ്സിൽ വിചാരിക്കും. അപ്പോൾ ഇതെന്തായി, dx/6 - x² മോഡലായി. dx/ ഒരു കോൺസ്റ്റൻറ്റ് അപ്പോൾ നമ്മൾ a² എന്നായിട്ട് ചിന്തിക്കുക. dx/a² - x² മോഡലായി. ഇത് കിട്ടും. ഈ ഒരു ഐഡിയ ഈ ഒരു ഇക്വേഷനിലേക്ക് മാറി. dx/a² - x². ഓക്കെ അല്ലേ? 1/2. ഇതിൻ്റെ ആൻസർ എന്താ? dx/, ഇതെങ്ങനെ വരും? √6² - x - 2 ഹോൾ സ്ക്വയർ. 1/2a 1/2 ഇൻറ്റു √6 ലോഗ് മോഡ് എ എന്ന് പറഞ്ഞാൽ √6 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ x - 2 ബൈ √6 മൈനസ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് x - ആ മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ആവും, -x + 2 പ്ലസ്. ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാണ്, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് റെഡിയാക്കാം. ഈ ഒരു ടൈപ്പ് തറവാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കാര്യം മനസ്സിലായി. താഴെ ക്വാഡ്രാറ്റിക് വരുന്ന കേസ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വരും. ഇനി താഴെ റൂട്ടിൻ്റെ ഉള്ളിൽ ക്വാഡ്രാറ്റിക് വന്നാലോ? നേരത്തെ അതേ ഐഡിയ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. നെഗറ്റീവ് വരികയാണെങ്കിൽ ആ നെഗറ്റീവ് കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ √-2x². അപ്പോൾ x²ൻ്റെ കോഎഫിഷ്യൻറ്റ് റൂട്ട് ഉണ്ടാവും 1/-2 ആണ്. അത് പുറത്തെടുക്കുക. -2 പുറത്തെടുത്തു. ബാക്കി ഉള്ളിൽ എന്താ ഉണ്ടാവുക? x² - 4x - 2 -2 പുറത്തെടുത്തു. അല്ലെ 1/√-2 അങ്ങനെ അത് പുറത്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ ഈ മൈനസ് കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഈ √2 മാത്രം അങ്ങോട്ട് പുറത്തെടുത്താലും മതി. കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ്. പ്ലസ് ആണെങ്കിലും ഇതിപ്പോൾ 2 ആണെങ്കിലും ഇതേപോലെ 2 എടുക്കുക. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. ഇപ്പോൾ 1/√2 എന്ന് പുറത്ത് വരും. ഇപ്പോൾ √2 ആണെങ്കിൽ ഇങ്ങനെ വരും. -2 ആണെങ്കിൽ -2 പുറത്തെടുത്തു. ഓക്കെ, ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്തതിന് ലാസ്റ്റ് ഈ √2 മാത്രം അങ്ങോട്ട് പുറത്തെടുത്താൽ മതി. dx/, നേരത്തെ അതേ ഐഡിയ തന്നെ. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ, ഇത് എക്സ് ചെയ്താൽ ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതി a². ഇതിൻ്റെ കോൺസ്റ്റൻ്റ് സ്ക്വയർ എക്സ്ട്രാ ആയിരിക്കും 2². അത് മൈനസ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ ഇവിടെ എന്താ ഉള്ളത് അത് എഴുതുക. ഈ രണ്ട് ടേം കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് അത് എഴുതുക. ഈ ഒരു പാറ്റേൺ. അപ്പോൾ അത് dx/, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ഐഡിയ പറയാം. -2 ഇൻറ്റു x - 2 ഹോൾ സ്ക്വയർ -6. ഈ -2 കൊണ്ട് മാത്രം ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ കോഎഫിഷ്യൻ്റ് പുറത്തെടുക്കുക. അത് ലാസ്റ്റ് എടുത്താൽ മതി. നമ്മൾ നേരത്തെ അത് റൂട്ടല്ലാത്ത കേസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കോഎഫിഷ്യൻ്റ് പുറത്തേക്കായിട്ട് എടുത്ത് വെച്ചാണ്. ഇത് പുറത്തേക്ക് എടുത്ത് ലാസ്റ്റാണ് ഈ ഇൻ്റഗ്രലിൻ്റെ പുറത്തോട്ടേക്ക് നമ്മൾ എടുക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ അത് നിങ്ങളിഷ്ടം. ബാക്കി √6 - x - 2 ഹോൾ സ്ക്വയർ. ഇത് a² - x² മോഡൽ. 1/√a² - x² മോഡൽ. ഈ ഒരു രീതിയിൽ ആൻസർ കിട്ടും. റെഡി അല്ലേ?
ബാക്കി നമുക്ക് ചെയ്യുമ്പോൾ റെഡിയാക്കാം. ഇത് പ്ലസ് ആണെങ്കിലോ ഇവിടെ പ്ലസ് ആവും, ഇവിടെ പ്ലസ് പ്ലസ് √2 ആണ്. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ എക്സ്ട്രാ ഉണ്ടാവും, അത് മൈനസ് ചെയ്യുക എപ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ ബാക്കി ഇവിടെ എക്സ്ട്രാ എന്താണ് +2. അപ്പോൾ 1/√2 എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ -2 -2 സ്ക്വയർ +2 പറഞ്ഞാൽ -2. പിന്നെ ആ √2 പുറത്തെടുത്താൽ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ -2. റെഡി അല്ലേ? ഇപ്പോൾ 1/x² √x² - a² മോഡലാണ്. ഈ ഒരു മോഡൽ കിട്ടും. ക്ലിയർ അല്ലേ? അതിൻ്റെ ആൻസർ അതേപോലെ ഇത്. ഈ ഒരു രീതിയിലാണ് മുകളിൽ dxഉം താഴെ ക്വാഡ്രാറ്റിക്കും, മുകളിൽ dxഉം താഴെ റൂട്ടിൻ്റെ ഉള്ളിൽ ക്വാഡ്രാറ്റിക്കും വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. രണ്ടിനും ഏകദേശം ഒരേപോലെ തന്നെയാണ്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് കോയിഫിഷ്യൻ ആണെങ്കിൽ ആ നെഗറ്റീവ് കൊണ്ട് ലാസ്റ്റ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും ഒരേ പാറ്റേൺ ആണ് ചെയ്യുന്നത്, റൂട്ടുള്ളതും റൂട്ടില്ലാത്തതും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് റെഡിയാവാം. എന്നിട്ട് ഇതിൻ്റെ വേറെ കേസ് ഉണ്ട്, എന്നിട്ട് അത് ചെയ്ത് റെഡിയാവും. dx/√2x - x². dx/√2x - x². മുകളിൽ dxഉം താഴെ ക്വാഡ്രാറ്റിക്കുമാണ്. a² കോയിഫിഷ്യൻ്റ് പുറത്തെടുത്താൽ -1 മൈനസ് a² - 2x dx. ഇനി ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. എക്സിൻ്റെ കോയിഫിഷ്യൻ -2, അതിൻ്റെ പകുതി -1 ഹോൾ സ്ക്വയർ. മൈനസ് പുറത്തെടുത്ത് കിട്ടും, ഇത് ബ്രാക്കറ്റിലാണ്. ഇതിൻ്റെ ഒക്കെ ആൻസർ ഒറ്റ ബ്രാക്കറ്റിനുള്ളിലേക്കാണ്. എക്സ് കോൺസ്റ്റൻ്റ് സ്ക്വയർ എക്സ്ട്രാ ആണ്, അപ്പോൾ മൈനസ് കോൺസ്റ്റൻ്റ് സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് ടൈം കറക്റ്റ്. പിന്നെ എക്സ്ട്രാ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ അതോടുകൂടി അവസാനിപ്പിക്കാം. ഇനി എക്സ്ട്രാ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് അത് ഇവിടെ എഴുതണം, dx/. ഇനി മൈനസ് കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആകും. അപ്പോൾ ഇത് ശരിക്കും -(x - 1) ഹോൾ സ്ക്വയർ -1 എന്നാണ്. അപ്പോൾ മൈനസ് കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, നെഗറ്റീവ് പുറത്തുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പോൾ മൈനസ് പ്ലസ് 1² മൈനസ്. അപ്പോൾ ഇതിപ്പോൾ ഏത് മോഡലായി? 1/√a² - x² മോഡൽ. 1/√a² - a². സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് x - 1 ബൈ എൻ്റെ സ്ഥാനത്ത് 1. സൈൻ ഇൻവേഴ്സ് x - 1 പ്ലസ് c. സൈൻ ഇൻവേഴ്സ് x - 1 പ്ലസ് c. അടുത്ത ക്വസ്റ്റ്യൻ റെഡിയായെന്ന് വിചാരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള ഇക്വേഷനാണ്. ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ അത് ഇവിടെ എടുത്തേക്കുന്നു. ഇത് രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്ഥലം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുമ്പോൾ, ധാരെപ്പോഴും ആവശ്യമുള്ളതാണ്. അവിടെ കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. dx/(integral dx by
x square minus 6x plus 30. x square minus 6x plus 30. dx by quadratic ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഇല്ല, അതുകൊണ്ട് എടുക്കാനില്ല. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. 1 അല്ലാതെ എന്ത് വന്നാലും എടുക്കണം. പിന്നെ നമ്മൾ ബാക്കി കോയിഫിഷ്യൻ്റ് എടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ്, ഇല്ല. പിന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. എക്സ്, ഇനി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് അതിൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റെ പകുതി -6ൻ്റെ പകുതി -3, എന്നിട്ട് അതിന് സ്ക്വയർ ഇടുക. കോൺസ്റ്റൻ്റ് സ്ക്വയർ എക്സ്ട്രാ ആയിരിക്കും -3 സ്ക്വയർ. പിന്നെ എക്സ്ട്രാ അവിടെ കോൺസ്റ്റൻ്റ് എന്താ അത് ചെയ്ത് +30 dx x -3 whole square -3 square 9 +13 4. ഇത് ഞാൻ പറഞ്ഞത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. dx by s square പ്ലസ് കോൺസ്റ്റൻ്റ് a സ്ക്വയർ ആക്കിയിട്ട് എടുക്കുക. dx by s square plus a square, ഈ ഒരു ആൻസറാണ് എഴുതേണ്ടത്. എൻ്റെ സ്ഥാനത്ത് 4ൻ്റെ സ്ഥാനത്ത് 2 സ്ക്വയർ നൽകും. dx by s square plus a square 1/a, എൻ്റെ സ്ഥാനത്ത് 2. tan inverse x -3 by a 2. tan inverse x -3/2 പ്ലസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. tan inverse 1/2 tan inverse x -3/2 പ്ലസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. dx by 3x square plus 13x minus 10. dx by 3x square plus 13x minus 10. എങ്ങനെ ചെയ്യാം? dx by എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പുറത്തെടുക്കുക 3, ബാക്കി dx by 13x ഉണ്ട്. സ്ക്വയർ കോഎഫിഷ്യൻ്റ് 3 എല്ലാത്തുനിന്ന് പുറത്തെടുത്താൽ a square by 13x minus 10. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പകുതി 13/6 ദ ഹോൾ സ്ക്വയർ. 13/3ൻ്റെ പകുതി 13/6. കോൺസ്റ്റൻ്റ് സ്ക്വയർ എക്സ്ട്രാ ആയിരിക്കും. ഇവിടെ കോൺസ്റ്റൻ്റ് സ്ക്വയർ മൈനസ് ചെയ്യുക. പിന്നെ ഇവിടെ കോൺസ്റ്റൻ്റ് എന്താണ് 1/3 പുറത്തെടുത്ത് അതൊക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. dx by ഇത് കറക്റ്റ് ചെയ്യണം. 169 2 മൈനസ് ചെയ്യണം /36. ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ രണ്ടിന് ബേസ് സെയിം ആക്കും. 12 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിപ്പോൾ 1/x² - a² മോഡലായി. ഇത് 17/6ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് 1/x² - a² ഈ മോഡൽ
1/3. The answer is 1/2 into A. See, A understand 17/6. Log mod x minus A. X plus 13/6. X in the stand x plus 13/6. Minus A in the stand 17/6. X plus A. X plus 13/6 plus 17/6 plus 2 into 3 6 cancel. 13 minus 17 minus 4/6. 30/6. Cross ചെയ്താൽ 6x minus 4. സിക്സും ക്യാൻസൽ ചെയ്യാം. എൻ്റെ ബാക്കി 1/17. 6x minus 4/6x plus 30. വേണമെങ്കിൽ രണ്ടിൽ നിന്നും 2 കോമൺ എടുത്താൽ 2 cancel ചെയ്യാം. Finally 1/17 log mod 3x minus 2/3x plus 15 plus c എന്ന് കിട്ടും. 1/17 3x minus 2/3x plus 15 എന്ന് കിട്ടും. ഇത്രയും മതി. ഇനി വേണമെങ്കിൽ ആ 3 ഒക്കെ കോമൺ എടുത്തിട്ട് മൈനസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം, സിയിലേക്ക് എടുക്കാം. അത്രയൊന്നും വേണ്ട, ഇത്ര മതി. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മുകളിൽ കോൺസ്റ്റന്റ് dx, താഴെ ക്വാഡ്രാറ്റിക്, അല്ല റൂട്ടിൻ്റെ ഉള്ളിൽ ക്വാഡ്രാറ്റിക്. ആ ടൈപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് തറാവും. അടുത്ത ക്വസ്റ്റ്യൻ dx by root 5x square minus 2x. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 5 കോമൺ എടുത്തു. റൂട്ട് 5 പുറത്തോട്ട് എടുത്തു. 1/√5. റൂട്ടല്ലേ ലാസ്റ്റ് √5 പുറത്തെടുത്താലും മതി, എങ്ങനെ ചെയ്യും. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എക്സ് മൈനസ് എക്സ്, പിന്നെ ഞാൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -2/5, അതിൻ്റെ പകുതി -2/5/2, 2 cancel, -1/5 the whole square. -1/5 the whole square. എക്സ്ട്രാ കോൺസ്റ്റൻ്റ് ഒന്നുമില്ല, ആഡ് ചെയ്യാം. 1/√5. ഓക്കെ, ഇത് എക്സ് സ്ക്വയർ മൈനസ് 1/√, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മോഡലാണ്. 1/√, എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മോഡലാണ്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ലോഗ് മോഡ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 1/5 പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 1/5 ഹോൾ സ്ക്വയർ പ്ലസ്
എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 1/5. ക്ലിയർ ആയി എന്ന് വിചാരിച്ചു. സിമ്പിൾ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻ ഇത് അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1/√(a² + 2x + 2). Second integral 1/7 - 6x - x². Third integral 1/√x - 1 × x - 2. (1 by 9x² 6x + 5 dx. ഇത് ഓരോന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു ടൈപ്പ് ഏകദേശം ആവും. നോക്കാം. അതിൽ ഫസ്റ്റ് dx by √x² + 2x + 2. dx by x² + √x² + 2x + 2. x + 1 whole square -1 + 2. അതിന് +1 ഒറ്റയടിക്ക് ചെയ്താൽ -1² + 2. ഇത് 1/√s² - a². 1/√ നിങ്ങൾ കാണിച്ചു തരാൻ കേട്ടോ. 1/√s² + a². അതിൻ്റെ ആൻസർ 1/√s² + a² മോഡലാണ്. 1 നമുക്ക് 1² എഴുതാം. ലോഗ് മോഡ് എക്സിൻ്റെ സ്ഥാനത്ത് x + 1 + √x², s + 1 the whole square + a², 1² 1 തന്നെ പ്ലസ്. സിമ്പിളാണ്, ചെയ്ത് പഠിച്ച വളരെ സിമ്പിളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1/√7 - 6x - x² dx. നെഗറ്റീവ് പുറത്തെടുത്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയാൽ ഇതിൻ്റെ പകുതി -3². ഓൾറെഡി -7. -9 - 7 -16. dx by നെഗറ്റീവ് കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 - x + 3 the whole square
minus 1 is plus 16 minus x plus 3 the whole square. 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ മൈനസ് ഇതിപ്പോൾ ഏത് മോഡലായി, പക്ഷേ റൂട്ട് വിട്ട് പോയിട്ടോ. ലാസ്റ്റ് നെഗറ്റീവ് കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലേ റൂട്ടിൻ്റെ ഇല്ലെങ്കിൽ ലാസ്റ്റ് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 16 റൂട്ട് കേട്ടോ. ഇത് 1/√a² മൈനസ് എക്സ് സ്ക്വയർ മോഡലായി. അതിൻ്റെ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ്, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 3 ബൈ എ, എൻ്റെ സ്ഥാനത്ത് 4 പ്ലസ്. ക്ലിയറായി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 3, 4 ചെയ്യാം. ഈ ഒരു ടൈപ്പിൽ 3 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇന്റഗ്രൽ dx by the x minus 1 into x minus 2. നമുക്ക് ക്വാഡ്രാറ്റിക് ആണെങ്കിലാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ പറഞ്ഞത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ക്വാഡ്രാറ്റിക് ആക്കാം. എങ്ങനെ? ഇത് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ സ്ക്വയർ മൈനസ് 2x മൈനസ് എക്സ് മൈനസ് 3x പ്ലസ് 2 ക്വാഡ്രാറ്റിക്കായി. നമ്മൾ പ്രൊസീജിയർ ചെയ്യാം. എക്സ് പകുതി 3/2, ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യാം പ്ലസ് 2 minus 9/4 plus 2 dx by x minus 3/2 the whole square minus 9/4 plus 2 cross ചെയ്താൽ 2 into 4 8 8 minus 9 minus 1/4. വൺ ബൈ ഫോർ 1/2 സ്ക്വയർ ആണ് 1/4. ഇത് 1/x² മൈനസ് a² മോഡലായി. സോറി 1/√s² മൈനസ് a² മോഡലായി. അതിൻ്റെ ആൻസർ ലോഗ് അവിടെ ഉണ്ട്. മോഡ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 3/2 പ്ലസ് റൂട്ട് പ്ലസ്. ഈ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 9 എടുക്കാം.
a square plus 6 by 9x 5 by 9 1 by 9 into 2 by 3. 3 കൊണ്ട് കട്ട് ചെയ്ത് 2 by 3. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി. ഇതിൻ്റെ പകുതി 2 by 3ൻ്റെ പകുതി ബൈ 2 ചെയ്യുമ്പോൾ 2 into 1 by 3. ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക 1 by 9. പിന്നെ കോൺസ്റ്റൻറ്റ് ഇവിടെ എന്താണ് പ്ലസ് 5 by 9. 1 by 9 dx by x plus 1 by 3 the whole square. ഇതെന്താ വരിക 5 minus 1 plus 4 by 9. x plus 1 by 3 the whole square. 4 by 9 2 by 3 the whole square നെയ്തു. അപ്പോൾ 1 by 9 1 by a square plus a square. ഇൻ്റഗ്രൽ 1 by a square plus a സ്ക്വയറിനെ 1 by a tan inverse എക്സിൻ്റെ സ്ഥാനം എക്സ് പ്ലസ് 1 by 3 ബൈ എൻ്റെ സ്ഥാനത്ത് 2 by 3 പ്ലസ് 3യും 9ഉം കട്ട് ചെയ്താൽ 3 1 by 3 into 2 6. ഇത് ക്രോസ് ചെയ്താൽ ത്രീയും കട്ട് ചെയ്യാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ഏകദേശം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ്. ഇനി ഇതിൽ തന്നെ അടുത്ത ടൈപ്പ് ഉണ്ട്, അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്.